നമസ്തേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുസ്തന്നമാമി ഗജാനനം ദൗർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അയോധ്യാകാന്ഡം ഷോഡശ സർഗ 16-ാം സർഗം. ശ്രീരാമപ്രസ്ഥാനം. ശ്രീരാമൻ പുറപ്പെട്ടു വരുന്നത്. സുമന്ത്രർ വന്നിട്ട് രാജാവിൻ്റെ സന്ദേശം അറിയിക്കുന്നത് പ്രകാരം രാമൻ ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന രാജവീഥികൾക്ക് ഇടയിൽ കൂടി അതിന് ഇരുപുറവും നിൽക്കുന്ന ജനങ്ങൾ അവരുടെ സന്തോഷാരവങ്ങളും അഭിനന്ദനങ്ങളും ശ്രവിച്ച് ശ്രീരാമചന്ദ്രൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണിതിൽ. ഈ ഒരു അസൂയാവഹമായ അവസ്ഥയിൽ നിന്നാണ് നേരെ വിപരീതമായ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം തെല്ലും ചാഞ്ചല്യമില്ലാതെ തിരിയുന്നത് നമുക്ക് കാണാം. സതദന്തപുരം ദ്വാരം സമതീത്യ ജനാകുലം പ്രവിഭക്താം തത കക്ഷ്യാമാസസാദപുരാണവിദ് പ്രാസകാർമുഖബിഭ്രദ്ഭിർമൃഷ്ടകുണ്ടലൈ അപ്രമാദിഭിരേകാഗ്രൈരനുരക്തൈരധിഷ്ഠിതാം തത്ര കാഷായിണോ വൃദ്ധാൻ വേത്രപാണീൻ സ്വലങ്കൃതാൻ ദദർശവിഷ്ഠിതാൻ ദ്വാരിസ്ത്രധ്യക്ഷാൻ സുസമാഹിതാൻ തേ സമീക്ഷ സമായാന്തം രാമപ്രിയചികീർഷവ സഹസോത്പതിതാ സർവേ ഹ്യാസനേഭ്യസു സംഭ്രമാ. അരമനയുടെ സൂക്ഷ്മസ്ഥിതി അറിഞ്ഞവനായ അദ്ദേഹം ജനങ്ങൾ തിങ്ങി നിൽക്കുന്നതായ ആ ഉൾക്കെട്ടിൻ്റെ ദ്വാരപ്രദേശത്തെ കടന്ന് അതിൽ പിന്നെ ബാണം ധനുസ് എന്നിവ ധരിച്ചവരും മിന്നുന്ന കുണ്ടലങ്ങൾ അണിഞ്ഞിരുന്നവരും അതിജാഗ്രതയോട് കൂടിയവരും ഏകാഗ്രമായ സ്വാമി ഭക്തിയോട് കൂടിയവരും ആയ പുണ്യാത്മാക്കളാൽ കാവൽ കാക്കപ്പെട്ടതായ ഏകാന്തമായ കെട്ടിൽ പ്രവേശിച്ചു. ആ ദ്വാരപ്രദേശത്തിൽ കാഷായ വസ്ത്രധാരികളും കോർക്കാരന്മാരും നന്നായി അലങ്കരിച്ചവരും പുണ്യം ചെയ്തവരും വൃദ്ധന്മാരുമായ അന്തഃപുരത്തിലെ കാവൽക്കാരെ ഇരുന്നുകൊണ്ടിരിക്കുന്നവരായി കണ്ടു. ശ്രീരാമന് പ്രിയത്തെ ചെയ്യുവാൻ ആഗ്രഹത്തോടു കൂടിയവരും ബഹുമാനത്തോടു കൂടിയവരുമായ അവർ എല്ലാവരും എതിരിൽ വന്നുകൊണ്ടിരുന്നവനായ അദ്ദേഹത്തെ കണ്ടിട്ട് ഇരുന്നിടങ്ങളിൽ നിന്ന് ധൃതിയോടെ എഴുന്നേറ്റു. താനുവാച വിനീതാത്മാ സൂതപുത്ര പ്രദക്ഷിണ ക്ഷിപ്രമാഖ്യാതരാമായ സുമന്ത്രോ ദ്വാരിതിഷ്ഠതി തേ രാമ ഉപസംഗമ്യ ഭർത്തു പ്രിയചികീർഷവ സഹഭാര്യായ രാമായ ക്ഷിപ്രമേവാചക്ഷിരേ പ്രതിവേദിതമാജ്ഞായ സൂതമഭ്യന്തരം വിദു തത്രൈവാനായയാമാസ രാഘവ പ്രിയകാമ്യയാ തം വൈശ്രവണസങ്കാശമുപവിഷ്ടം സ്വലങ്കൃതം ദദർശസൂതപര്യങ്കേ സൗവർണേ സോത്തരച്ഛദേ വരാഹരുതിരാഭേണ ശുചിനാ ച സുഗന്ധിനാനുലിപ്തം പരാർത്ഥ്യേന ചന്ദനേന പരന്തപം സ്ഥിതയാ പാർശ്വതശ്ചാപി വാലവ്യജനഹസ്തയാ ഉപേദം സീതയാ ഭയശ്ചിത്രയാ ശശിനം യഥാ തം തപന്തമിവാദിത്യമുപപന്നം സ്വതേജസാ വന്ദേ വരദം വന്ദീ വിനയജ്ഞോ വിനീതവദ
പ്രാജ്ഞലിസ്തു സുഖം പൃഷ്ട്വാ വിഹാരശയനാസനേ രാജപുത്രമുവാചേദം സുമന്ത്രോ രാജസത്കൃത. വിനയയുക്തനും പൂജാർഹനുമായ സുമന്ത്രർ അവരോടായി, സുമന്ത്രർ ദ്വാരപ്രദേശത്തിൽ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നുവെന്ന് ശ്രീരാമനോട് ഇപ്പോൾ തന്നെ ഉണർത്തിപ്പിൻ എന്ന് പറഞ്ഞു. പ്രഭുവിൻ്റെ പ്രിയേച്ചുക്കളായ അവർ അക്ഷണം തന്നെ ശ്രീരാമൻ്റെ തിരുമുമ്പിൽ ചെന്ന് ദേവിയോടുകൂടി വർത്തിക്കുന്നവനായ ശ്രീരാമനോട് വിവരം ഉണർത്തിച്ചു. ശ്രീരാഘവൻ പ്രിയപ്പെട്ട സാരഥിയെ വന്ന് കാത്തുകൊണ്ടിരിക്കുന്നവനായി അറിഞ്ഞ ഉടനെ പിതാവിനെ പ്രിയത്തെ ചെയ്യുവാൻ ഇച്ഛിച്ചവനായി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. സുമന്ത്രർ ശത്രുസംഹാരകനായ അദ്ദേഹത്തെ വിചിത്രമായ മേൽവിരിപ്പിട്ട സ്വർണ്ണമയമായ കട്ടിലിൽ കുബേരനെ പോലെ സ്വാഭാവിക സൗന്ദര്യയുക്തനായി വർത്തിക്കുന്നവനായും ചെങ്കാർ നിറമുള്ളതും പരിശുദ്ധമായതും പരിമളം വീശുന്നതുമായ ഉത്തമമായ ചന്ദനം കൊണ്ട് അനുലേപനം ചെയ്യപ്പെട്ടവനായും അരികിൽ പതിവ് പ്രകാരം ചാമരഹസ്തയായി നിന്നിരുന്നവളായ സീതാദേവിയോടും കൂടി ചിത്രനക്ഷത്രത്തോടു കൂടിയ ചന്ദ്രനെ എന്ന പോലെ സന്ദർശിച്ചു. താൻ ചെയ്യേണ്ട മുറകളെ അറിഞ്ഞവനും വംശപരമ്പരയെ സ്തുതിക്കുന്നവനുമായ അദ്ദേഹം സ്വതേജസ്സിനാൽ ഉജ്ജ്വലിക്കുന്ന ആദിത്യനെ പോലെ ശോഭിക്കുന്നവനും ലോകോപകാരിയുമായ അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം വന്ദിച്ചു. സുമന്ത്രർ രാജാവിനാൽ സൽക്കരിക്കപ്പെട്ടവനായി രാജകുമാരനെ നോക്കി അഞ്ജലിഹസ്തനായി ക്രീഡ, ശയനം, ആസനം എന്നിവയെപ്പറ്റി കുശലപ്രശ്നം ചെയ്ത് ഇപ്രകാരം ഉണർത്തിച്ചു. കൗസല്യാ സുപ്രജാ രാമപിതാ ത്വാം ദൃഷ്ടുമിച്ഛതി महिष्या सह कैकेय्या गम्यतां तत्र माचिरम् एवमुक्तस्तु संहृष्टो नरसिंहो महाद्युति तदा सम्मानयामास सीतामुदमुवाचः देवी देवश्च देवी च समागम्य मदन्तरे मन्त्रयेदे ध्रुवं किञ्चिदभिषेचन संहितं लक्षयित्वा ह्यभिप्रायं प्रियकामासु दक्षिणा सञ्चोदयति राजानं मदर्थं मदिरेक्षणे सा प्रहृष्टा महाराजं हितकामानुवर्तिनी जननी चार्थकामा मे केकयाधिपदे सुधा दिष्ट्या खलु महाराजो महिष्या प्रियया सह सुमन्त्रं प्राहिणो दूतमर्थकामकरं मम यादृशी परिषत्तत्र तादृशो दूत आगत ध्रुवमद्यैव मां राजा यौवराज्येऽभिषेक्ष्यति हन्त शीघ्रमिदो गत्वा द्रक्ष्यामि च महीपतिं सह त्वं परिवारेण सुखमास्वरमस्व च. കൗസല്യ സത്പുത്രനായ ഹേ ശ്രീരാമ, കൈകേയി രാജ്ഞിയോടും കൂടി അച്ഛൻ തിരുമേനി നിന്തിരിവടിയെ കാണണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങോട്ടേക്ക് എഴുന്നള്ളിയാലും കാലതാമസം അരുത്. മേൽപ്രകാരം ഉണർത്തിക്കപ്പെട്ടവനും മഹാതേജസ്വിയുമായ പുരുഷോത്തമൻ ഇക്കാര്യത്തിൽ സന്തോഷം പൂണ്ടവനായി തന്നെത്താൻ അല്പം ആലോചിച്ചു. അനന്തരം സീതാദേവിയോടായി അപ്രകാരം അരുളി ചെയ്തു. ദേവി, മഹാരാജാവും രാജ്ഞിയും ഒന്നിച്ച് മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടതായ പട്ടാഭിഷേക വിഷയത്തെക്കുറിച്ച് എന്തോ എന്നോടായി കൽപ്പിപ്പാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നു. ജഗന്മോഹന ചാരുനേത്രി, മഹാപുണ്യവതിയും എല്ലാവർക്കും ഹിതം ചെയ്യുന്നതിൽ തന്നെ ആഗ്രഹമുള്ളവളും ആയ അവൾ എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഈ സംഗതിയെപ്പറ്റി പര്യാലോചന ചെയ്ത് അക്കാരണത്താൽ മഹാരാജാവിനോട് ഇപ്പോൾ എന്തോ ചിലത് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവൾ കേകയ മഹാരാജാവിൻ്റെ പുത്രിയും മഹാരാജാവിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്നവളും എങ്കിൽ സന്തുഷ്ടി പൂണ്ടവളായി എനിക്ക് എല്ലായ്പ്പോഴും നന്മയെ ചെയ്യുന്നവളും ക്ഷേമത്തെ തന്നെ ആഗ്രഹിക്കുന്നവളും ആയ മാതാവാകുന്നു. പ്രിയപ്പെട്ട രാജ്ഞിയോട് കൂടിയവനായി മഹാരാജാവ് അഭീഷ്ടപ്രകാരം തന്നെ എല്ലാം ചെയ്യുന്നവനായ സുമന്ത്രരെ എന്നോട് വർത്തമാനം അറിയിപ്പാനായി പറഞ്ഞയച്ചിരിക്കുന്നു. ഇത് നല്ല വർത്തമാനം തന്നെ, സംശയമില്ല. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളാകട്ടെ അപ്രകാരമുള്ളവർ തന്നെ. വർത്തമാനം കൊണ്ടുവന്നിരിക്കുന്ന ഇദ്ദേഹവും അപ്രകാരമുള്ളവൻ തന്നെ. ഇന്ന് മഹാരാജാവ് എന്നെ യുവരാജാവായി തീർച്ചയായും പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോയി മഹാരാജാവിനെ ഞാൻ മുഖം കാണിക്കാം. ഭവതിയുടെ ഭാഗ്യം. എന്തു പറയട്ടെ, ഭഗവതി പരിവാരജനത്തോടു കൂടി ചഞ്ചലം കൂടാതെ ഇരിക്കുക, അല്പം കാത്തിരിക്കുക. പതിസമ്മാനിതാ സീതാ ഭർത്താരമസിദേക്ഷണ ആദ്വാരമനുവ്രാജ മംഗളാന്യഭിദധ്യുഷീ രാജ്യം ദ്വിജാതിഭിർജുഷ്ടം രാജസൂയാഭിഷേചനം കർത്തുമർഹതി തേ രാജാ വാസവസ്യേവ ലോകകൃത ദീക്ഷിതം മൃതസമ്പന്നം വരാജിനധരം ശുചിം കുരംഗശൃംഗപാണിം ച പശ്യന്തി ത്വാം ഭജാമ്യഹം
പൂർവാം ദിശം വജ്രധരോ ദക്ഷിണാം പാതുതേ യമ വരുണ പശ്ചിമാമാശാം ധനേശസ്തുത്തരാം ദിശം. അത സീതാമനുജ്ഞാപ്യ കൃതകൗതുകമംഗള നിശ്ചക്രാമസുമന്ത്രേണ സഹ രാമോ നിവേശനാത്. പർവ്വതാദിവ നിഷ്ക്രമ്യ സിംഹോ ഗിരിഗുഹാശയ ലക്ഷ്മണം ദ്വാരിസോ പശ്യത് പ്രഹ്വാഞ്ജലിപുടം സ്ഥിതം. അഥ മധ്യമകക്ഷ്യായാം സമാഗച്ഛത് സുഹൃജനൈഃ സ സർവാനർത്ഥിനോ ദൃഷ്ട്വാ സമേത്യ പ്രതിനന്ദ്യ ച. തദ പാവകസങ്കാശമാരുരോഹ രഥോത്തമം വയ്യാക്രം പുരുഷവ്യാഘ്രോ രാജന്തം രാജനന്ദന. മേഘനാദമസംബാധം മണിഹേമവിഭൂഷിതം മുഷ്ണന്തമിവ ചക്ഷൂംഷി പ്രഭയാ സൂര്യവർച്ചസം. കരേണുശിശുകൈൽ പശ്ച യുക്തം പരമവാജിഭിഃ ഹരിയുക്തം സഹസ്രാക്ഷോ രഥമിന്ദ്ര ഇവാശുഗം. പ്രയയൗ തൂർണമാസ്തായ രാഘവോ ജ്വലിതശ്രിയാ. ഭർത്താവിനാൽ കൊണ്ടാടപ്പെട്ടവളും അസിതാക്ഷിയുമായ സീതാദേവി. ബ്രഹ്മദേവൻ എപ്രകാരമോ അപ്രകാരം ബ്രഹ്മദേവൻ ഇന്ദ്രൻ എപ്രകാരമോ അപ്രകാരം മഹാരാജാവ് നിന്ദ്രിയുടിക്കായിക്കൊണ്ട് ബ്രാഹ്മണരാൽ മംഗളകരമായി ചെയ്യപ്പെട്ടതായ സാർവഭൗമ പദവിയിൽ വിളങ്ങുന്നതായ അഭിഷേകത്തെ ലോകപരിപാലനത്തിനായി ചെയ്തു വപ്പാൻ കനിഞ്ഞെറളട്ടെ. ഇന്ദ്രൻ കിഴക്കേ ദിക്കിനെയും യമൻ തെക്കേ ദിക്കിനെയും വരുണ ഭഗവാൻ പടിഞ്ഞാറേ ദിക്കിനെയും കുബേരൻ വടക്കേ ദിക്കിനെയും നിന്തിരുവടിക്കായി തന്നെ വെവ്വേറെ രക്ഷിക്കട്ടെ. ഞാൻ നിന്തിരുവടിയെ ദീക്ഷപൂണ്ടവനായി വ്രതാനുഷ്ഠാനയുക്തനായി കൃഷ്ണാജനധാരിയായി പരിശുദ്ധമൂർത്തിയായി കലങ്കൊമ്പിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവനായി സന്ദർശിച്ച് സേവിക്കാം എന്ന് മംഗളവചനങ്ങളെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നവളായി ദ്വാരം വരെ ഭർത്താവിനെ പിന്തുടർന്നു. ആ സമയം പട്ടാഭിഷേകത്തിന് വേണ്ടതായ വൈദിക പൂർവാംഗ ചടങ്ങുകളെ കഴിച്ചവനായ ശ്രീരാമൻ സീതാദേവിക്ക് നിന്നുകൊള്ളുവാൻ വിട നൽകിയ ശേഷം സുമന്ത്രരോടും കൂടി അരമനയിൽ നിന്നും എഴുന്നള്ളി. അദ്ദേഹം ഒരു പർവ്വതത്തിൽ നിന്ന് ഗിരിഗുഹയിൽ വസിക്കുന്ന ഒരു സിംഹം എപ്രകാരമോ അപ്രകാരം പുറത്തു വന്ന് ദ്വാരദേശത്തിൽ വണക്കത്തോടെ കൈകൂപ്പിയവനായി നിന്നിരുന്ന ലക്ഷ്മണനെ കടാക്ഷിച്ചു. ആ രാജകുമാരനായ പുരുഷോത്തമൻ ആ സമയം നടുവിലുള്ള കെട്ടിൽ ദർശനത്തിനായി കാത്തുകൊണ്ടിരുന്ന എല്ലാവരെയും സമീപിച്ച് കടാക്ഷിച്ച ശേഷം മിത്രജനങ്ങളുമായി സംഭാഷണം ചെയ്തു. അതിനാൽ സന്തുഷ്ടനായി അനന്തരം പുലിത്വാൽ വിരിക്കപ്പെട്ട വിലസുന്നതും അഗ്നിക്ക് സമമായി തേജോമയമായി പരിലസിക്കുന്നതുമായ ഉത്തമമായ രഥത്തെ ആരോഹണം ചെയ്തു. മേഘം പോലെ ഗംഭീര ധ്വനിയോടു കൂടിയതും വിശാലമായതും രത്നം സ്വർണം ഇവ കൊണ്ട് അലങ്കരിക്കപ്പെട്ട് വിളങ്ങുന്നതും കാന്തിയാൽ സൂര്യ തേജസ്സിന് തുല്യമായി കാണികളുടെ നേത്രങ്ങളെ കവരുന്നതും ആനക്കുട്ടികളെപ്പോലെയുള്ള ഉത്തമങ്ങളായ തുഴകങ്ങളാൽ പൂട്ടിക്കെട്ടപ്പെട്ട് വിലസുന്നതും കപിലവർണ്ണത്തോടു കൂടിയതായി ദ്രുതഗതിയുള്ളതായ രഥത്തിൽ സഹസ്രാക്ഷനായ ഇന്ദ്രൻ എന്നവണ്ണം അമാനുഷ പ്രഭാവത്താൽ പരിലസിച്ചു വിളങ്ങുന്നവനായ ശ്രീരാഘവൻ വിരവിൽ കയറി എഴുന്നള്ളി. സപർജന്യൈവാകാശേ സ്വനവാനഭിനാദയൻ നികേതോ നിർയയൗ ശ്രീമാൻ മഹാഭ്രാതിവ ചന്ദ്രമാ. ഛത്രചാമരപാണിസ്തു ലക്ഷ്മണോ രാഘവാനുജ യുഗോപഭ്രാതരാം ഭ്രാതാരഥമാസ്തായ പൃഷ്ടത. തതോ ഹലഹലാ ശബ്ദസ്തുമുല സമജായത തസ്യ നിഷ്ക്രമമാണസ്യ ജനൗഘസ്യ സമന്തത. തതോ ഹയവരാമുഖ്യാ നാഗാശ്ച ഗിരിസന്നിഭാ അനുജങ്മുസ്തദാ രാമം ശതശോऽധ സഹസ്രശ. അഗ്രദശ്ചാശസന്നഗ്ധാശ്ചന്ദനാഗരുരൂഷിതാ ഖഡ്ഗചാപധരാ ശൂര ജഗ്മൂരാശംസവോ ജനാ. തതോ വാദിത്രശബ്ദാശ്ച സ്തുതിശബ്ദാശ്ച വന്ദിനാം സിംഹനാദാശ്ച ശൂരാണാം തദാ ശുശ്രുവിരേപതി. ആ ശ്രീമാനായ ശ്രീരാമൻ ആകാശത്തിൽ ശബ്ദിക്കുന്ന മേഘം എന്ന പോലെ രഥശബ്ദം കൊണ്ട് എങ്ങും മാറ്റൊലി ചെയ്തുകൊണ്ട് മഹാമേഘത്തിനിടയിൽ നിന്ന് ചന്ദ്രൻ എന്ന പോലെ അരമയിൽ നിന്ന് എഴുന്നള്ളി. ശ്രീരാഘവൻ്റെ ഇളയ സഹോദരനായ ലക്ഷ്മണനും രഥത്തിൽ കയറി പിൻഭാഗത്തിൽ നിന്നുകൊണ്ട് കുടയും ചാമരവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ വെയിൽ തട്ടാതെ കാത്തു. അദ്ദേഹം എഴുന്നള്ളിയ സമയം അതിനാൽ ചുറ്റും ജനസംഘത്തിൻ്റെ ഉത്സാഹഭരിതമായ കോലാഹല ശബ്ദമുണ്ടായി. അപ്പോൾ അവിടെ നിന്നും നൂറ്റിക്കണക്കായും അപ്രകാരം തന്നെ ആയിരക്കണക്കായുമുള്ള വിശേഷപ്പെട്ട ശ്രേഷ്ഠങ്ങളായ കുതിരകളും മലകൾക്കൊത്ത ഗജങ്ങളും ശ്രീരാമനെ അനുഗമിച്ചു. അദ്ദേഹത്തിൻ്റെ മുൻഭാഗത്തിലായി
പലവിധ ആയുധപാണികളും ഖഡ്ഗം, ധനുസ് എന്നിവ കയ്യിലേന്തിയവരുമായ പടയാളികളും ചന്ദനം, അകിൽ എന്നിവ പൂശിയിരിക്കുന്നവരായി മഹോത്സവ ദർശനോത്സുകരായ ജനങ്ങളും ഗമിച്ചു. അവിടെ ആ സമയം വഴിയിൽ മംഗളവാദ്യഘോഷങ്ങളും വന്ദികളുടെ സ്തുതിഘോഷങ്ങളും യോദ്ധാക്കളുടെ സിംഹനാദങ്ങളും കേൾക്കപ്പെട്ടു. ഹർമ്യവാദായനസ്താഭിർഭൂഷിതാഭിസമന്ധത കീര്യമാണ സുപുഷ്പൗഖൈര്യയൗ സ്ത്രീഭിരരിന്ദമ രാമം സർവാനവദ്യാംഗ്യോ രാമപ്രിയചികീർഷവ വജോഭിരഗ്രൈർഹർമ്യസ്താക്ഷിതിസ്ഥാശ്ച വന്ദിരേ നൂനം നന്ദതി തേ മാതാ കൗസല്യാ മാതൃനന്ദന പശ്യന്തി സിദ്ധയാത്രം ത്വാം പിത്രം രാജ്യമവസ്ഥിതം സർവസീമന്തിനീഭ്യശ്ച സീതാം സീമന്തിനീം വരാം അമന്യന്തഹിതാ നാര്യോ രാമസ്യ ഹൃദയപ്രിയാം തയാ സുചരിതം ദിവ്യാ പുരാ നൂനം മഹത്തപ രോഹിണീവ ശശാങ്കേന രാമസംയോഗമാപയാ ഇതി പ്രാസാദശൃംഗേഷു പ്രമദാഭിർനരോത്തമ ശുശ്രാവരാജമാർഗസ്ഥ പ്രിയാ വാച ഉദാഹൃതാ സരാഘവസ്തത്ര കഥാപ്രലാപാൻ ശുശ്രാവലോകസ്യ സമാഗതസ്യ ആത്മാധികാരാ വിവിധാശ്ച വാച പ്രഹൃഷ്ടരൂപസ്യ പുരോജനസ്യ ഏഷ ശ്രിയം ഗച്ഛതി രാഘവോദ്യ രാജപ്രസാദാദ്വിപുലാം ഗമിഷ്യൻ ഏതേ വയം സർവസമൃദ്ധകാമാ യേഷാമയം നോ ഭവിതാ പ്രശാസ്താ. മാളിക മുകളിൽ ജനലിനരിയെ നിന്നിരുന്നവരും അലങ്കൃതകളുമായ സ്ത്രീകളാൽ സുഗന്ധപുഷ്പങ്ങളാൽ എങ്ങും അഭിവർഷിക്കപ്പെട്ടവനായി ജയശാലിയായ അദ്ദേഹം പോയിക്കൊണ്ടിരുന്നു. മേടകളിലിരുന്നവരും ചുവട്ടിൽ നിലത്തു നിന്നിരുന്നവരും ശ്രീരാമപ്രസാദത്തെ കാംക്ഷിക്കുന്നവരും പരിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവരുമായ സ്ത്രീകൾ ഉത്തമങ്ങളായ ഈ സ്തോത്രങ്ങളെ കൊണ്ട് ശ്രീരാമനെ സേവ ചെയ്തു. അല്ലയോ പ്രീതികരനായുള്ളവേ, ഇന്ദ്രവടിയുടെ മാതാവായ കൗസല്യാദേവി പൂർവികന്മാർ നടത്തി വന്നിരുന്നതായ രാജ്യാധികാരത്തിൽ നിയമിക്കപ്പെട്ടവനായി പരിപാവനമായ മഹോത്സവയുക്തനായ ഇന്ദ്രവടിയെ ഇക്ഷണത്തിൽ കൺകുളിർക്കെ കണ്ട് ആനന്ദസാഗര നിമഗ്നയായി തീരും. അതിൽ പിന്നെ ആ നാരിമാർ ആ സമയം ശ്രീരാമൻ്റെ മനഃക്കാന്തയും സർവ്വ സ്ത്രീജനങ്ങളിലും വെച്ച് ഉത്തമയുമായ സീതാദേവിയെ പറ്റിയും ഇപ്രകാരം പുകഴ്ത്തി. ശ്രീരാമനുമായുള്ള ബന്ധത്തെ രോഹിണീദേവി ചന്ദ്രനോടെന്ന പോലെ പ്രാപിച്ചുവോ അപ്രകാരമുള്ള ദേവിയാൽ പൂർവ്വജന്മത്തിൽ എത്രയോ തപസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. രാജമാർഗത്തിൽ എഴുന്നള്ളത്ത് പൊയ്ക്കൊണ്ടിരുന്ന പുരുഷോത്തമൻ മാളികകളുടെ മുകളിൽ സ്ത്രീകളാൽ ഇപ്രകാരം ഉര ചെയ്യപ്പെട്ട പ്രിയവചനങ്ങളെ ചെവിക്കൊണ്ടു. ആ ശ്രീരാഘവൻ ആ സമയം അത്യാനന്ദഭരിതരായ പുരത്തിലുള്ള ജനത്തിൻ്റെയും വന്നു ചേർന്നവരായ നാട്ടാരുടെയും തന്നെപ്പറ്റിയുള്ള വിവിധങ്ങളായ ഇപ്രകാരമുള്ള സ്തോത്രവചനങ്ങളെയും അന്യോന്യ സംഭാഷണങ്ങളെയും ശ്രവിച്ചു. ഈ ശ്രീരാഘവൻ മഹാരാജാവിൻ്റെ പ്രസാദത്താൽ ഇന്ന് മഹത്തായ ഭാഗ്യത്തെ പ്രാപിക്കുന്നവനായി ഭവിപ്പാൻ പോകുന്നു. യാതൊരു നമ്മൾക്ക് ഇദ്ദേഹം രാജാവായി ഭവിപ്പാൻ പോകുന്നുവോ അപ്രകാരമുള്ള ഈ നമ്മൾ സർവാഭീഷ്ടങ്ങളും സാധിച്ചവർ തന്നെ. ലാഭോ ജനസ്യാശയദേശ സർവം പ്രപത്സ്യതേ രാഷ്ട്രമിദം ചിരായ നഹ്യപ്രിയം കിഞ്ചന ജാതു കശ്ചിത് പശ്യേന്ന ദുഃഖം മനുജാധിവേസ്മിൻ സഘോഷവദ്ഭിച്ച ഹേ ഹയൈശ്ച നാഗൈ പുരസ്സരൈ സ്വസ്തികസൂതമാഗധൈ മഹീയമാന പ്രവരൈശ്ച വാദകൈ അഭിഷ്ടുതോ വൈശ്രവണോ യഥായയൗ കരേണുമാതംഗരഥാശ്വസങ്കുലം മഹാജനൗഘപ്രതിപൂർണജത്വരം പ്രഭൂതരത്നം ബഹുപണ്യസഞ്ജയം ദദർശ രാമോ രുചിരം മഹാപഥം. ഇദ്ദേഹം ഈ എല്ലാ രാജ്യത്തെയും ഏറെക്കാലം ഭരിക്കുമാറാകും എന്നുള്ള യാതൊന്നു തന്നെ ഈ ജനത്തിൻ്റെ ഭാഗ്യം. ഇദ്ദേഹം മഹാരാജാവ് ഇരിക്കുമ്പോൾ യാതൊരുവിനും ഒട്ടെങ്കിലും ഒരിക്കലും കഷ്ടമെന്നുള്ളത് അനുഭവിക്കുകയില്ല, അപ്രിയത്തെയും അനുഭവിക്കില്ല. ശബ്ദിക്കുന്നവയായ കുതിരകളോടും ആനകളോടും കൂടി മുമ്പിൽ ഗമിച്ചിരുന്ന സ്വസ്തിവാചകരായ സൂതർ, മാഗധർ എന്നിവരാൽ സ്തുതിക്കപ്പെട്ടവനായി ശ്രേഷ്ഠരായ ഗായകന്മാരാലും പുകഴ്ത്തപ്പെട്ടവനായി അദ്ദേഹം കുബേര സദൃശനായി വിളങ്ങി. ശ്രീരാമൻ മഹത്തായ രാജവീഥിയെ പിടിയാനകൾ, കൊമ്പനാനകൾ, രഥങ്ങൾ, തുരകങ്ങൾ ഇവകളാൽ നിറയപ്പെട്ട് വമ്പിച്ച ജനതതിയാൽ നിറയപ്പെട്ട് വിളങ്ങുന്നതായ നാൽക്കൂട്ട് വഴികളോട് കൂടിയതായി നവരത്നങ്ങൾ നിറഞ്ഞിരിക്കുന്നതായി പല പല വിൽപ്പന ചരക്കുകൾ കുന്നിച്ചിരിക്കുന്നവയാൽ നിറയപ്പെട്ട് വിളങ്ങുന്നതായി അതിരമണീയമായിരിക്കുന്നതായി കണ്ടു.
इत्यार्षे श्रीमद् रामायणे वाल्मीकिये आदिकाव्ये अयोध्याकाण्डे षोडश सर्ग 16 सर्गं समाप्तं। नमस्ते।